സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനന്തമായ സ്നേഹം ഇതായി നിമിഷം നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ എത്രമാത്രം വിലയുള്ളവരാണ്, ഞങ്ങൾ എത്രമാത്രം ശ്രേഷ്ഠരാണ് എന്ന് നീ ഞങ്ങൾക്ക് തെളിയിച്ചു തന്നു. ഞങ്ങളോടുള്ള സ്നേഹം മൂലം കർത്താവേ, കാൽവരിയുടെ വിരിമാറിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞത് നീ ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇന്നും ആ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കുന്നത് ഈ അൾത്താരയിലേക്ക് വിശുദ്ധ കുർബാനയിലെ നിന്റെ സാന്നിധ്യത്തെ നോക്കുമ്പോഴാണ്. ഇത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നത്, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. ഈശോയെ, ഇത്രമാത്രം കാരുണ്യം നീ ഞങ്ങളോട് കാണിക്കുന്നു. വെറും ബലഹീനരും ശൂന്യരുമായ ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കാനായിട്ട് യോഗ്യതയുള്ളവരാക്കിയത് നിന്റെ സ്നേഹം കാരണമാണ്. പ്രിയ ഈശോനാഥ, ഈ ആരാധനയുടെ സമയം കർത്താവേ, നിന്റെ കാരുണ്യം ശക്തമായി ഞങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് ഒഴുകുന്ന സമയമാണ്. 3 മണി സമയം നീ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച് ഞങ്ങൾക്ക് രക്ഷ നേടിത്തന്ന വലിയ ശ്രേഷ്ഠമായ സമയം. കർത്താവേ, നിമിഷം നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നിന്റെ മുമ്പിലായിരിക്കുന്നു. നിന്റെ കാരുണ്യത്തിലും സ്നേഹത്തിലും പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ അങ്ങിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ അനുഭവേദ്യമാകുന്ന കാര്യം നമുക്ക് ചിന്തിക്കാം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ആ ഒരു വലിയ ക്രോധം ഒരു നഗരത്തിൻ്റെ മുഴുവൻ്റെയും മേൽ വന്നപ്പോൾ അവർ ചെയ്ത പാപത്തെ ഓർത്ത് ആ നഗരത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ ആ ഒരു മുന്നറിയിപ്പ് നൽകുവാനായിട്ടാണ് യോനാ പ്രവാചകനെ ദൈവം തിരഞ്ഞെടുക്കുക. യോനാ പ്രവാചകൻ്റെ ഒരു ജീവിതം തന്നെയാണ് പ്രത്യേകമായിട്ട് ആ പുസ്തകത്തിൽ എടുത്ത് കാണിക്കുക. ഇത്രമാത്രം ദൈവം ആ ഒരു നഗരത്തെ നശിപ്പിക്കണമെങ്കിൽ ഇത്രമാത്രം അവരുടെ ജീവിതത്തിൽ ആ ഒരു വലിയ പാപത്തിൻ്റെ ബന്ധനമായിരുന്നു. ഇത്രമാത്രം ശക്തമായി അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയി.
അതുകൊണ്ട് അവരെ നശിപ്പിക്കുവാനായി ദൈവം തീരുമാനിക്കുമ്പോൾ ആ ഒരു മുന്നറിയിപ്പ് നൽകുവാനായിട്ടാണ് യോനാ പ്രവാചകനെ ആ നഗരത്തിലേക്ക് അയക്കുന്നത്. യോനാ പ്രവാചകൻ്റെ ആ ഒരു മനോഭാവമൊക്കെ നമ്മൾ കൃത്യമായിട്ടും കാണുന്നുണ്ട്. വീണ്ടും ഈ ഒരു വലിയ സന്ദേശം നിന്നിവെ മുഴുവനും ഓടി നടന്ന് ഈ ഒരു സന്ദേശം 40 ദിവസത്തിനുള്ളിൽ ഈ നഗരം നശിപ്പിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറക്കെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോനാ പ്രവാചകൻ അത് വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു. രാജാവ് മുതൽ സാധാരണ വ്യക്തികളും അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങളും സർവ്വചരാ സൃഷ്ടികളെല്ലാം ആ നഗരത്തിലുണ്ടായിരുന്ന എല്ലാ സൃഷ്ടികളും ഒരുപോലെ അനുതപിച്ചു എന്ന് വചനം പറയുന്നു. നിനിവേയുടെ മാനസാന്തരം അപ്രകാരമായിരുന്നു. അതായത് ആ നഗരത്തിൽ ഒരു കുഞ്ഞു പോലുമില്ല അനുതപിക്കാതെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ചാക്കൊഴുത്ത് ചാരം പൂശി കർത്താവേ കാരുണ്യം തോന്നണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചു. അത്രമാത്രം അനുതാപം അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളുമൊക്കെ അവർ ദൈവത്തിൻ്റെ മുമ്പിലായിരുന്നുകൊണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ചപ്പോൾ അത്ര നേരം ക്രുദ്ധനായിരുന്ന അവരെ നശിപ്പിക്കുവാനായിട്ട് ഒരുങ്ങിയിരുന്ന ദൈവത്തിൻ്റെ മനസ്സ് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, യോനാ പ്രവാചകൻ അതിനുശേഷം ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാര്യം പോയി അവിടെ എല്ലാം പോയി പ്രസംഗിച്ച് നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ പോയി പ്രസംഗിച്ച വ്യക്തിയാണ്. കർത്താവേ, എന്നോട് എന്തിനാണ് ഇത്രമാത്രം ഒരു വലിയ ചതി ചെയ്തത്? എന്തിനാണ് എന്നെ ഇത്രമാത്രം പരിഹാസ പാത്രമാക്കിയത്? അതിന് ദൈവത്തോട് പറയുന്നത്, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതായിരുന്നു യോനാ പ്രവാചകൻ്റെ ഏറ്റവും വലിയൊരു വിഷമം. കർത്താവ് കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് യോനാ പ്രവാചകൻ പറയുന്നത്. അത്രമാത്രം ക്ഷമാശീലനും കാരുണ്യവാനുമായ ദൈവം ആ നഗരത്തോട് ചെയ്തത് എൻ്റെ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നാൻ പാടില്ലേ? ആ ഒരു പുസ്തകത്തിൻ്റെ അവസാനം ഒരു ചോദ്യത്തോടു കൂടെയാണ് ആ യോനാ പ്രവാചകൻ്റെ പുസ്തകം അവസാനിക്കുക. എങ്കിൽ ഇടംവലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000-ൽ പരം ആളുകളും അസംഖ്യ മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനിവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നു. അപ്രകാരം ഒരു ചോദ്യം കൊണ്ടാണ് ആ പുസ്തകം അവസാനിക്കുക. പ്രിയപ്പെട്ടവരെ, നിനിവയുടെ ആ ഒരു അനുഭവം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും അനുഭവം തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് നഷ്ടമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി പാപത്തിൻ്റെ മാർഗത്തിലൂടെ ഞാൻ ചരിച്ചു എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ, അനുതപിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ദൈവം നമുക്കുണ്ട് എന്നുള്ള വലിയ ബോധ്യം. ആ വലിയ ബോധ്യമാണ് നമ്മളെ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കുക. യെശയ്യാ പ്രവാചകനോട് പറഞ്ഞു, നിന്നോട് കരുണയുള്ള ദൈവം, നിന്നെ ശിക്ഷിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നവനാണ്, ദയാലുവാണ്. അവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. അവൻ ഒരിക്കലും നിന്നോടുള്ള ആ ഒരു ഉടമ്പടി മറക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മളും പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവേ, ആ കാരുണ്യത്തിലേക്ക് നടക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ, പാപബോധവും അനുതാപവും പശ്ചാത്താപവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ മനസ്സിലാക്കി വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കുന്നതിനേക്കാൾ ഉപരിയായി അതിൽ നിന്ന് മാറി കൂടുതൽ വിശുദ്ധിയോടെ നിൻ്റെ മുമ്പിൽ വ്യാപരിക്കുവാൻ കർത്താവെ കൃപ തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളും, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ പലപ്പോഴും പാപമാണെന്ന് അറിഞ്ഞിട്ടും ആ പാപത്തിൽ തന്നെ തുടരുന്ന അവസ്ഥ, വീണ്ടും ആ പാപത്തിൻ്റെ ആ ഒരു സുഖത്തിൽ വീണ്ടും ജീവിക്കാൻ, അതിൽ നിന്ന് കരകയറുന്നതിനേക്കാളും ഉപരിയായി അതിൽ തന്നെ നിലനിന്നു പോകുന്ന അവസ്ഥ. എന്നെക്കൊണ്ട് ഇനിയും പറ്റത്തില്ല, ഞാനിങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ പാപത്തിൻ്റെ അവസ്ഥ തുടരുന്ന അവസ്ഥ. കർത്താവെ, പ്രകാരമുള്ള മനോഭാവങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് നിനിവേ നഗരം
ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിച്ച് നിൻ്റെ വലിയ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും തിരിച്ചു വന്നതുപോലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുതാപത്തോടെ ഞങ്ങളുടെ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് നിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ള വലിയ ബോധ്യത്തോടെ നിൻ്റെ പക്കലേക്ക് ഓടി അണയുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും എല്ലാം ഈ ലോകത്തെ മുഴുവനും നിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് ശക്തമായി ഒഴുകുന്ന പ്രാർത്ഥന. വിശുദ്ധ ഫൗസ്റ്റിനായിലൂടെ ഈശോ വെളിപ്പെടുത്തി തന്ന ആ വലിയ ദൈവത്തിൻ്റെ കരുണ എന്തുമാത്രമുണ്ട്. അതൊരു വ്യക്തിയിലൂടെ മാത്രമല്ല, ദൈവം ലോകത്തിൻ്റെ ആരംഭം മുതൽ മനുഷ്യവംശത്തോട് കാണിക്കുന്നൊരു വലിയ സ്നേഹമാണ്. ഓരോ പാപിയോടും ദൈവം കാണിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ കരുണ. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. വചനത്തിൽ കൃത്യമായി കാണുന്നത് പോലെ കർത്താവിൻ്റെ സ്നേഹവും കരുതലും ആ ഒരു സ്നേഹം ആവോളം അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് നമ്മൾ പൂരിതരാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവം, നമ്മൾ പാപത്തിന് മരിച്ചവരായിരുന്നിട്ടും ദൈവം നമ്മോട് കാണിച്ച വലിയ മഹത്തായ സ്നേഹവും കരുതലും ആ ഒരു സ്നേഹത്തിലും കരുണയിലും പൂർണ്ണമായി നമുക്ക് ആശ്രമിക്കാം. കാരണം ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരായിട്ട് മാറി. ആ ഒരു കാരണത്താൽ ദൈവത്തിൻ്റെ വലിയ കൃപാവരത്തിന് മുമ്പിൽ നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ നിയോഗങ്ങളും ആത്മീയ ജീവിതത്തെയും വിശ്വാസ ജീവിതത്തെയും ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കും. കർത്താവേ, നിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തുവാനായിട്ട് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ, പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരെല്ലാം കർത്താവേ, ഞങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും തകർച്ചകളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്നവരെ കർത്താവേ, നിൻ്റെ കാരുണ്യത്താൽ അവരെ കഴുകി വിശുദ്ധീകരിച്ച് നിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നിന്നെ ആരാധിക്കുകയും നിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കാര്യസ്ഭവന എല്ലാ ശുശ്രൂഷകളെയും നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അത് നിൻ്റെ വലിയ സ്നേഹത്തിലും കാരുണ്യത്തിൻ്റെയും ഫലമാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ നിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങനെ നിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന ഹൃദയത്തോടെ താഴ്മയോടെ ദൈവത്തിന് മുമ്പിലായിരുന്നുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ